നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ലോകം മുഴുവനും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് കാലാവസ്ഥാ വ്യതിയാനം. ചർച്ച ചെയ്യുക മാത്രമല്ല, കാലാവസ്ഥാ വ്യതിയാനത്തെ ഫലപ്രദമായി നേരിടാനുള്ള നടപടികളും ആഗോളതലത്തിൽ ലോകരാജ്യങ്ങളും സംഘടനകളും കൈക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ നാടും കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്ന് ഒട്ടും മുക്തമല്ല. തുടർച്ചയായി വർദ്ധിച്ചു വരുന്ന ചൂടും അടിക്കടി ഉണ്ടാകുന്ന പ്രളയവും ഒക്കെ കാര്യങ്ങൾ അത്ര ശരിയല്ല എന്ന സൂചനയാണ് നമുക്കും തരുന്നത്. എന്നാൽ ഇതൊന്നും നമ്മളെ അടുത്തെങ്ങും ബാധിക്കാൻ പോകുന്നില്ല എന്ന് ഭൂരിഭാഗം മലയാളികളും. എന്നാൽ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വിവരവുമായാണ് ഐക്യരാഷ്ട്രസഭയുടെ ദുരന്ത നിവാരണ സംഘത്തിന്റെ തലവനും മലയാളിയുമായ മുരളി തുമ്മാരക്കുടി മുന്നോട്ട് വന്നിരിക്കുന്നത്. മാറിയ സാഹചര്യത്തിൽ ഉണ്ടാകുന്ന മഴ കാരണം കേരളത്തിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ടെന്നും അതിന് തുടർച്ചയായി ഉണ്ടാകുമെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് മുരളി തുമ്മാരക്കുടി. ഇത് കാരണം 50 വർഷം കൂടെ കഴിഞ്ഞാൽ എറണാകുളം ടൗണിലെ അനവധി ഭാഗങ്ങൾ മനുഷ്യജീവിതം സാധ്യമാകുമെന്ന് തോന്നുന്നില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. മുതിർന്ന മാധ്യമപ്രവർത്തകനായ MG രാധാകൃഷ്ണനുമായുള്ള ചർച്ചയിലാണ് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് മുരളി തുമ്മാരക്കുടി വ്യക്തമാക്കിയത്. ഇതുകൂടാതെ ഇനി മുതൽ കേരളത്തിലെ നഗരങ്ങളിലെ വെള്ളക്കെട്ട് എല്ലാ വർഷവും പതിവായി സംഭവിക്കുമെന്നും ഐക്യരാഷ്ട്ര പരിസ്ഥിതി പ്രോഗ്രാമിന്റെ ദുരന്ത നിവാരണ വിഭാഗം തലവൻ മുരളി തുമ്മാരക്കുടി വെളിപ്പെടുത്തി. അർബൻ ഫ്ലഡിംഗ് എന്നാണ് അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചത്. തിരുവനന്തപുരത്തും എറണാകുളത്തും ആലപ്പുഴയിലുമൊക്കെയുള്ള അർബൻ ഫ്ലഡിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഈ സാഹചര്യത്തിന്റെ കാരണങ്ങളും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. കേരളത്തിൽ ഇന്നുണ്ടാകുന്ന വെള്ളക്കെട്ടുകൾക്ക് 4 പ്രധാന കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത്, ഉയർന്ന സാന്ദ്രതയിലാണ് മഴ പെയ്യുന്നത്. വെള്ളത്തിന് നിലനിൽക്കാനുള്ള സ്ഥലം നേരത്തെ ഉണ്ടായിരുന്നത് ഇപ്പോഴില്ല എന്നതാണ് രണ്ടാമത്തെ കാര്യം. വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന പല സ്ഥലങ്ങളും റോഡും റെയിൽവേ ലൈനുമായി മാറിക്കഴിഞ്ഞു. കടലിലെ ജലനിരപ്പ് ഉയരുന്നതാണ് നാലാമത്തെ കാരണം. എറണാകുളത്ത് സ്ഥിരം വെള്ളക്കെട്ടുണ്ടാകാനുള്ള കാരണം ഇത്തരത്തിൽ കടലിലെ ജലനിരപ്പ് ഉയരുന്നു എന്നതുകൊണ്ട് തന്നെയാണ്. ഈ 4 കാര്യങ്ങളാണ് കേരളത്തിലെ നഗരങ്ങളെ വെള്ളക്കെട്ടിൽ മുക്കുന്നതെന്ന് മുരളി തുമ്മാരക്കുടി വ്യക്തമാക്കി. അടുത്ത ഏതാനും വർഷങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം കേരളത്തിൽ എവിടെ വീട് വെക്കണം എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടതെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു. ആ പ്രദേശങ്ങളൊക്കെ അവിടെ തന്നെ വരുന്ന വർഷങ്ങളിൽ കാണണം എന്നില്ല. അതിനാൽ വളരെയധികം സൂക്ഷിക്കണം. അടുത്ത 50 വർഷത്തെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള അറിവ് നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എവിടെ വീട് വെക്കുന്നു, കൃഷി ചെയ്യുന്നു, റോഡുണ്ടാക്കുന്നു, കടൽഭിത്തി കെട്ടുന്നു എന്നൊക്കെ ശരിയാണോ എന്ന് ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ. 50 വർഷം കൂടെ കഴിഞ്ഞാൽ എറണാകുളം ടൗണിലെ അനവധി ഭാഗങ്ങൾ മനുഷ്യജീവിതം സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. അവിടെയൊക്കെ വീട് വാങ്ങാൻ പോകുന്നവർക്ക് ഇതറിയില്ല. ഒരു സ്ഥലത്ത് സർക്കാർ പ്രോജക്റ്റുകൾ വരുന്നത് സാധാരണ ജനങ്ങളെ അവിടെ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കും. ഇത് ഒഴിവാക്കി ഭൂവിനിയോഗം മനസ്സിലാക്കി വേണം കാര്യങ്ങൾ നീക്കാൻ. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.